ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും വളരെ ഗംഭീരമായി തന്നെ എന്താണ് തങ്കമണി സംഭവം എന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 1986 ഇടുക്കി ജില്ലയിൽ നടന്ന തങ്കമണി സംഭവത്തിൽ നിന്ന് ഇൻസ്പയർഡായ സിനിമയാണ് നമ്മുടെ സിനിമ. ആ നാടനുഭവിച്ച ട്രോമയാണ് നമ്മുടെ സിനിമയുടെ കോർ. അതാണ് തങ്കമണി. തങ്കമണിയുടെ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനോടൊപ്പമുള്ള ഒരു യാത്ര. കാരണം ഒരുപാട് പേരെ നമുക്ക് മുമ്പിൽ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര തുടക്കം മുതൽ? എനിക്ക് കുറേ പേരെ കുറിച്ച് പറയാൻ അതിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജോഷി സാർ, ദിലീപേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു ദിലീപേട്ടൻ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷമുള്ള ഒരു 15 മാസത്തെ യാത്ര റിലീസിന് 10 ദിവസം മുമ്പ് എത്തി നിൽക്കുകയാണ്. അതിനു മുമ്പുള്ളൊരു റിസർച്ച് പാർട്ടും എഴുതുന്ന സമയമൊക്കെ ഉണ്ട്. എൻ്റേത് ഞാൻ എടുക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എൻ്റെ ആദ്യ സിനിമയായ ഉടൽ എന്ന ആ സിനിമ നൽകിയ സൗഭാഗ്യമാണ് തങ്കമണി. ഉടലിൻ്റെ ആദ്യ സഹനിർമ്മാതാവായ സജിത് കൃഷ്ണ, ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ സുജിത് ജെ നായരെ പരിചയപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ തങ്കമണിയുടെ തുടക്കം. ആദ്യം തിരക്കഥ വായിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിലൂടെ ഞാൻ ദിലീപേട്ടനിലേക്ക് എത്തുന്നു. ഉടൽ എന്ന സിനിമ കണ്ടിട്ട് ദിലീപേട്ടൻ എന്നെ വിളിച്ചതാണ്. സിനിമ ഗംഭീരമായിരുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ. ആ കോള് വെക്കുന്നതിന് മുമ്പ് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു, ഒന്ന് ഒരു ചെറിയ ആപ്ലിക്കേഷൻ അവിടെ കയറ്റി വെച്ചു, ദിലീപേട്ടൻ എൻ്റെ ഒരു കഥയുണ്ടെന്ന് കേൾക്കണം. അപ്പം അറ്റ് എനി ടൈം അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കാണും. ദിലീപേട്ടൻ കഥ കേട്ട ആ ദിവസം തന്നെ ഈ പ്രോജക്റ്റ് ഓണായി എന്ന് പറയാം. കഥ കേട്ടു, അപ്പം തന്നെ നമുക്ക് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പിന്നീട് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ സുജിത്തേട്ടനെ കുറിച്ച്, സുജിത്തേട്ടനാണ് ഒരു വേറൊരു രീതിയിൽ ദിലീപേട്ടനിലേക്ക് എന്നെ എത്തിക്കുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസ് പോലെ ഒരു വലിയ ബാനറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, റാഫിക്കെ പോലെ ഒരു വലിയ പ്രൊഡ്യൂസറിനെ 18 സിനിമ, സൂപ്പർ ഗുഡ് ഫിലിംസ് നേരത്തെ പറഞ്ഞതുപോലെ 100 സിനിമകളാകുന്നു, ഒരുപാട് ഗംഭീര സിനിമകൾ നമുക്ക് നൽകിയ ബാനറാണ്. ഒപ്പം 18 സിനിമകൾ ചെയ്ത റാഫിക്ക, ഈ രണ്ടുപേരെയും കൊണ്ടുവരുന്നു. ഞാൻ സുജിത്തേട്ടനോട് അത്രയധികം കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് പൈസയുള്ള പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് തിരക്കഥ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾ എക്സിക്യൂഷൻ പാർട്ടിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഏതൊരു ഡയറക്ടറെ സംബന്ധിച്ച്. ആ ഒരു ക്രിയേറ്റീവ് ഇടപെടലുകൾ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റിയും എത്തിച്ചു തന്ന ആളാണ് സുജിത് നായർ. സുജിത്തേട്ടാ ഒരിക്കലും മറക്കില്ല. പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് ഞാൻ ചെന്നൈയിലെത്തി. സുജിത്തേട്ടനാണ് എന്നെ ചൗധരി സാറിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ചൗധരി സാറിനോട് കഥ പറഞ്ഞു, ഡീറ്റെയിൽ ആയി കഥ പറഞ്ഞു. അപ്പം തന്നെ പുള്ളി ചെയ്യാമെന്ന് സമ്മതിച്ചു. അതിനുശേഷം ഈ 15 മാസം കഴിയുമ്പോൾ സിനിമ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. 5 ദിവസം മുൻപ് ഈ സിനിമയുടെ ഫസ്റ്റ് കോപ്പി ചെന്നൈയിൽ അദ്ദേഹം കണ്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. 2 വാക്ക്, തമ്പി നല്ലാർക്ക് പ്രമാദമാർക്ക്. അതിനിടയിലുള്ള ഒന്നിനെ കുറിച്ച് എനിക്കറിയില്ല ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റായിരുന്നു. റാഫിക്ക എന്നോട് പറഞ്ഞിട്ടില്ല. റാഫിക്ക 2 തവണ മറ്റോ ആണ് ലൊക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇതുവരെ റാഫിക്ക എനിക്ക് തോന്നുന്നു റാഫിക്ക കഥ കേട്ടിട്ടില്ല, തിരക്കഥ വായിച്ചിട്ടില്ല. അതോ തങ്കമണി സംഭവം അറിയാൻ തോന്നുന്നു. എന്നോട് കഥ ചോദിച്ചിട്ടില്ല, ഇതിന്റെ തിരക്കഥ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല, എന്തൊക്കെ ഫെസിലിറ്റി വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഈ 3 പേർ ഞാൻ ചോദിച്ച എല്ലാ സംഗതികളും, എല്ലാ താരങ്ങളെയും, എല്ലാ ഫെസിലിറ്റികളും തന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര ലിബർട്ടിയോടെ ഈ സിനിമ പൂർത്തിയാക്കാനാകുന്നത്. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ നന്ദി. കാരണം ഒരു ചെറിയ സിനിമ ചെയ്തതിന് ശേഷം ഉടൽ പോലെ 1.5 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണോ ഉടൽ. അതിൽ നിന്ന് 25 കോടിക്കപ്പുറത്തേക്ക് എന്നെ വിശ്വസിച്ച്, എന്നെ ട്രസ്റ്റ് ചെയ്ത് മുടക്കാൻ തീരുമാനിക്കുന്ന ആ 3 പേരെ എങ്ങനെയാണ് എന്റെ നന്ദി അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരിക്കലും മറക്കില്ല എനിക്ക് തന്ന ആ സ്വാതന്ത്ര്യം. ദിലീപേട്ടനെ കുറിച്ച് ഇത്തിരി വൈകി പറയാമെന്ന് കരുതിയത്, ഞാൻ ഒരിക്കലും ഒരു 100% കോൺഫിഡൻസോടെയല്ല കഥയെക്കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ അല്ല, 100% കോൺഫിഡൻസോടെ അല്ല ദിലീപേട്ടന്റെ അരികിലേക്ക് ഞാൻ ഈ കഥ പറയാനായി പോകുന്നത്. കാരണം ദിലീപേട്ടന്റെ സ്ട്രോങ് സോൺ എന്താണെന്ന് നമുക്കറിയാം. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരുപാട് ഗംഭീര പടങ്ങൾ, പഞ്ചാബി ഹൗസും ഒക്കെ പോലെയുള്ള ഗംഭീര, കല്യാണരാമനും കുഞ്ഞിക്കുഞ്ഞനും ചാന്തൂട്ട് പോലെയുള്ള ഗംഭീര സിനിമകൾ നമുക്ക് തന്ന മലയാളിയെ ഇത്രയേറെ ചിരിപ്പിച്ച മറ്റൊരു നടനുണ്ടാകില്ല. അദ്ദേഹത്തോടാണ് ഞാൻ തങ്കമണി പോലെ ഒരു നടന്ന സംഭവം പറയാൻ പോകുന്നത്. അദ്ദേഹം ഇതിനെ എങ്ങനെ എടുക്കും, ഈ കഥാപാത്രത്തെ എങ്ങനെ കാണും, ഒരു നല്ല വാക്കുകൾ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു സിനിമ
എന്നെ വിശ്വസിച്ച് എങ്ങനെ ഡേറ്റ് തരുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് പോയത്. ആഫ്റ്റർ ഓൾ പക്ഷെ ഡേറ്റ് തന്നതിന് ശേഷം ഈ നിമിഷം വരെ 30 വർഷത്തെ ദിലീപ് എന്ന നടന്റെ 10 വർഷത്തെ സഹസംവിധായകൻ എന്ന ദിലീപ് എന്ന അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നെ എത്രത്തോളം സഹായിച്ചെന്ന് ഈ വേദിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് വിശദീകരിക്കാനാകില്ല. അത്രമേൽ എന്നെ ട്രസ്റ്റ് ചെയ്തു, അത്രമേൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമുള്ള ആളല്ല. ഞാൻ ഒരാളോടൊപ്പം അസിസ്റ്റന്റായി നിന്നിട്ടില്ല, ഒരാളോടൊപ്പം അല്ലെങ്കിൽ ആർട്ട് ഫിലിംസോ ഷോർട്ട് ഫിലിംസോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ട് വന്ന് ഉടലെന്ന സിനിമ ചെയ്യുകയായിരുന്നു. സോ എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്. അനുഭവമാണ്. അറിവ് ആ അനുഭവത്തിൽ നിന്ന് ആർജിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പോൾ ആ അനുഭവങ്ങളുടെ കുറവുള്ള ആളാണെന്ന് സമ്മതിക്കുന്നതിൽ എനിക്കൊരു വിമുഖതയില്ല. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് നിമിഷവും പോയി ചോദിക്കാനും, അത് ഷോർട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ എന്നെ ഇത്രമേൽ ഷോൾഡർ ചെയ്യുകയും എന്നെ ട്രസ്റ്റ് ചെയ്യുകയും ഞാൻ മനസ്സിൽ കണ്ടതിന് അപ്പുറത്തേക്ക് ആബേൽ ജോഷുവ മാത്തനെ പെർഫോം ചെയ്യുകയും ചെയ്ത ദിലീപേട്ടനോടുള്ള നന്ദി. അത് ഈ പറഞ്ഞതുപോലെ ഒരു നടനും സംവിധായകനും ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ല. ഈ കഥ പറയാൻ ആ ഫോൺ കോളിനപ്പുറത്തേക്ക് കഥ പറയാൻ പോകുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത്. ആ കഥ പറഞ്ഞ് ഇന്ന് സിനിമ റിലീസിന് 10 ദിവസം മുൻപ് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സൗഹൃദവും വ്യക്തിപരമായ അടുപ്പവും ആത്മബന്ധവും എല്ലാ കാലത്തും നിലനിൽക്കണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും പറയാനും എനിക്കൊരു ഡിസിഷൻ എടുക്കാനും ഏത് സമയത്തും വിളിക്കാൻ എനിക്കൊരു ജ്യേഷ്ഠനെ കൂടി കിട്ടിയെന്നതാണ്. താങ്ക് യു. ദെൻ ബാക്കി ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യ സിനിമ ചെയ്യാൻ വരുമ്പോൾ നമ്മളോടൊപ്പം ഒരു 1.5 കോടിയുടെ സിനിമ ചെയ്യാൻ വരുമ്പോൾ നമ്മളോടൊപ്പം സഹകരിക്കാൻ വരുന്നവരുടെ മനസ്സിൽ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ടെക്നീഷ്യൻസ് അടക്കമുള്ളവർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇതെങ്ങനെ വരും, ഇങ്ങനെ ഒരു ചെറിയ സിനിമ ചെയ്യണോ. എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ ക്യാമറമാനെ തേടുമ്പോൾ നമ്മുടെ പപ്പേട്ടൻ്റെ പത്മകുമാർ, പപ്പേട്ടൻ്റെ അസോസിയേറ്റ് ഉല്ലാസ് ഇവിടെ ഉണ്ട്. ഉല്ലാസ്